അത് ഇതെന്തുകൊണ്ട് ഇത് വൈകിയെന്ന എന്റെ ചോദ്യം ഇപ്പം. കാരണം ഇവരിത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ഇവരിത് തന്നെ ചെയ്യും, ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ്. ഇത് വൈകിപ്പോയത് എന്താണെന്നുള്ള ചോദ്യം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇത്ര വാക്കിന് വിലയില്ലാത്തൊരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഇങ്ങനെയാണോ ചേർത്ത് പിടിക്കുന്നത്? അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഉപകരണമില്ലായ്മയും അതോടൊപ്പം തന്നെ സിസ്റ്റം ഫെയിലുവറും, മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ സിസ്റ്റം ഫെയിലുവറും ചൂണ്ടിക്കാണിച്ചതിന് അദ്ദേഹത്തെ ഇപ്പം ത്തിന്റെ പേരിൽ ഇപ്പോൾ ഷോക്കോസ് നോട്ടീസ് കൊടുക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് വലിയ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കും. ഡോക്ടർ ഹാരിസ് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ്, രോഗികൾക്കും ജനങ്ങൾക്കും വേണ്ടി പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ, അദ്ദേഹത്തെ ദ്രോഹിക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചേർക്കും. സംശയം വേണ്ട കാര്യത്തിൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്ന ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളിയും തമ്മിലടിയും കാരണം കുട്ടികൾ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്ന വിശ്വാസത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക്, കേരളത്തിന് വെളിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം ഈ ഗവൺമെന്റ് കാലത്ത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ മുറി പൂട്ടുന്നു, ഗവർണറും സർക്കാരും തമ്മിൽ അടി നടക്കുന്നു, രജിസ്ട്രാർ പങ്കെടുക്കുന്നിടത്തുനിന്ന് VC ബോയ്ക്കോട്ട് ചെയ്യുന്നു. ഇതെന്തെല്ലാമാണ് നടക്കുന്നത്? ഒരു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും ഗവൺമെന്റും ഗവർണറും ചേർന്ന് തകർത്തിരിക്കുകയാണ്. ഇതിൽ രക്ഷിക്കണമെന്നുള്ള ഒരു മാർഗവും നമ്മളിപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ സർക്കാരിന്റെ പിടിപ്പുകേടും ഗവർണറുടെ അധികാര പ്രമത്തതയുമാണ് ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറി കേരളത്തെ മോശമായി ചിത്രീകരിച്ചതാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന് ഇത്തരം അവാർഡുകൾ കൊടുത്ത് ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ മാത്രം സഹായിക്കുന്ന രചനകളും സിനിമകളുമാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്, ഇത്തരം ഉദ്യമങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത്.